എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചിക്കൻ ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ചിക്കൻ കൊണ്ടാട്ടമാണ്. അപ്പോൾ സ്റ്റാർട്ടറായിട്ടോ അതല്ലെങ്കിൽ സൈഡ് ഡിഷായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഡിഷാണ്. അപ്പോൾ കൊച്ചുള്ളിയിലൊക്കെ പൊതിഞ്ഞിട്ടുള്ള നല്ലൊരു മസാലയോട് കൂടിയിട്ടുള്ള കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഈ ചിക്കൻ കൊണ്ടാട്ടം. ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്ത ശേഷം ഒരു മസാല പുരട്ടി വയ്ക്കുക. അതിന് ശേഷമാണ് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത്. ഇത് നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ളത് നോക്കാം. അതിനെന്താ ചിക്കൻ ബ്രസ്റ്റ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കുന്നത് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടാണ്. ഇതിപ്പോൾ ബോണുള്ള ചിക്കൻ വെച്ചിട്ട് നമുക്ക് ഈ ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കാവുന്നതാണ്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനെന്താ മസാലയൊക്കെ പുരട്ടി വയ്ക്കാൻ വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 മുതൽ 3/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഇതിലേക്ക് ഒരു 1/2 മുറി ചെറുനാരങ്ങ നീരും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതിനകത്ത് പുരട്ടി വെച്ച് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും മസാല പുരട്ടി വെക്കണം. അങ്ങനെ അത് മസാലയൊക്കെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. അങ്ങനെ അത് ചിക്കനെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല നന്നായി ഒന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് പുരട്ടി വയ്ക്കാം. ഞാനിപ്പോൾ ഇത് 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അരമണിക്കൂറാണ് വെക്കുന്നതെങ്കിൽ പുറത്ത് വെച്ചാലും മതി. ഈ ഒരു പരുവത്തിലാവുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കൊരു 2 മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിലാണ് ഞാനിത് വെക്കുന്നത്, ഫ്രീസറിലല്ല. അങ്ങനത്തെ മസാലയൊക്കെ പുരട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ്. അങ്ങനത്തെ കോൺഫ്ലവറും മിക്സ് ചെയ്ത ശേഷം ഇത് അടച്ച് വെച്ച് ഒരു 2 മണിക്കൂർ നേരമാണ് ഇത് വയ്ക്കുന്നത്. മിനിമം ഒരു അരമണിക്കൂർ നേരമെങ്കിലും മസാല പുരട്ടി വെക്കണം. ഇനി ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു 30 കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളിനെ ചേർക്കുന്നതാണ് ഈ ചിക്കൻ കൊണ്ടാട്ടത്തിന് ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ നൽകുന്നത്. അതല്ല നിങ്ങൾക്ക് കൊച്ചുള്ളി എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സവാള ചേർക്കാം. പക്ഷേ ടേസ്റ്റ് കിട്ടുന്നത് കൊച്ചുള്ളി ചേർക്കുമ്പോഴാണ്. ഈ കൊച്ചുള്ളി ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒന്നല്ലെങ്കിൽ ചതച്ച് ചേർക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ നീളത്തിലാണ് കട്ട് ചെയ്ത് ചേർക്കുന്നത്. അങ്ങനെ ചിക്കനൊക്കെ വെച്ച ശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനിൽ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. കാരണം ഇതൊരു നാടൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യാൻ നോക്കണം. ഒരു 1/2 കപ്പ് വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അങ്ങനെ എണ്ണയൊക്കെ നന്നായി ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഈ ചിക്കൻ പീസ് എണ്ണയിലേക്ക് ചേർക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ 2 ബാച്ചായിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു 12 മുതൽ 15 മിനിറ്റ് വരെയാണ് നമുക്ക് ഫ്രൈ ചെയ്യേണ്ടത്. പകുതി ടൈം ആകുമ്പോൾ അതൊരു 5-6 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിടാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി ഇടുക. ഇനി നമുക്കതൊന്ന് തിരിച്ചിടാം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. എന്താ നമ്മുടെ ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് രണ്ടാമത്തെ ബാച്ചും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് രണ്ടാമത്തെ ട്രിപ്പും ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്.
ഓരോന്നും വിട്ട് വിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെതാ ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും തിരിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെതാ ബാക്ക് വശം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി നമുക്ക് അതേ കടായിലേക്ക് തന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് മാറ്റി വെച്ച എണ്ണയിൽ നിന്നും ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് ഈ ഒരു കടായിലേക്ക് ചേർക്കാം. നന്നായി ചൂടായി കിട്ടട്ടെ. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം വറ്റൽ മുളകൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പിലയും ഫ്രൈ ചെയ്തെടുക്കാം. വറ്റൽ മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഈ ഒരു രീതിയിൽ ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോൾ അതാ എണ്ണയിൽ നിന്നും ഇതെല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് കൊച്ചുള്ളിയാണ് ചേർക്കുന്നത്. ഇതൊരു 1.5 കപ്പോളം കൊച്ചുള്ളി അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഉള്ളിയെല്ലാം ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എനിക്ക് ഉള്ളി കുറച്ച് കൂടുതലായതുകൊണ്ട് കുറച്ചും കൂടി എണ്ണ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എണ്ണ തന്നെയാണ് ചേർക്കുന്നത്. 1-2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനത്തെ ഉള്ളിയൊക്കെ ഒരുവിധം വഴണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇത് 1 ടീസ്പൂണാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് നന്നായി വഴറ്റി യോജിപ്പിക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഫ്രഷ് കറി ലീവ്സും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച ശേഷം പൊടികൾ ഓരോന്നായി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൊടികളെല്ലാം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ വേണം ഈ മസാലപ്പൊടികളെല്ലാം വഴറ്റിയെടുക്കേണ്ടത്. അങ്ങനെ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെയാണ് ഒന്ന് വഴറ്റിയെടുക്കേണ്ടത്. പൊടികളൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ്. ഇതൊരു 5 ടേബിൾ സ്പൂൺ ഉണ്ട്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇതുമായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനകത്ത് കെച്ചപ്പൊക്കെ ആയിട്ട് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ചൂടുവെള്ളമാണ്. ഒരു 1/2 കപ്പ് ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇത് മസാലയിട്ട് നന്നായി മിക്സായി വരട്ടെ. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ മസാല ഒന്ന് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് മസാലയിലൊക്കെ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ ഞാനിത് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. മസാലയൊക്കെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ചേർക്കാം. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുളകും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മസാലയായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ പത്തിരിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷാണ്. അത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അല്പം സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഈ ചിക്കൻ കൊണ്ടാട്ടം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണിത്. അങ്ങനെ ഇത് ഗ്രേവിയൊക്കെ ആയിട്ട് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച ശേഷമാണ് ഇത് സെർവ് ചെയ്യുന്നത്.